ഇന്നും എന്റെ പപ്പന്റെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പൊ നമ്മൾ വെറുതെ വിട്ടാ പോരല്ലോ. പോണ വൈക്ക് ഈ മുതലിനെ കൂട്ടി നോക്കുമ്പോ അമ്മായിമ്മയും മരോളും ഒരേ പോണ ഡ്രസ് ചെയ്ത് വന്നിട്ട് അതൊക്കെ പോട്ടെ. നമ്മൾ നേരെ വിട്ട് നമ്മളെ റഹ്മത്തിലേക്ക് അടുത്തപ്പോ ഓരോട്ടോയിൽ കയറിപ്പോയി. പിന്നെ കൈ കഴിക്കണമെന്നുള്ള ഒരു ചടങ്ങ് ഫുഡ് കഴിക്കുന്നതിന് മുന്നുള്ളതിനെ കൊണ്ട് നമ്മൾ കൈ കഴിക്കും. അടുത്തവരെല്ലാവരും ചിക്കൻ ബിരിയാണി തിന്നല്. നമ്മൾ പിന്നെ റഹ്മത്ത് പോയ ബീഫ് ബിരിയാണി മസ്റ്റാണ്. പിന്നെ നമ്മൾ നേരെ ബീച്ചിലേക്ക് വിട്ട് ബീച്ചിലെവിടെയും പാർക്കിംഗ് ഇല്ലാത്ത 1 കിലോമീറ്റർ അപ്പുറത്ത് വണ്ടി വെച്ച് ഞങ്ങൾ നടക്കുകയാണ്. അങ്ങനെ കുറെ നേരം കഴിഞ്ഞപ്പോൾ ബീച്ചിലെത്തിയിട്ട് എന്താ പരിപാടി എന്ന് വെച്ചാൽ അമ്മന്റെ പപ്പന്റെ വെഡിങ് ആനിവേഴ്സറി ആണല്ലോ. അപ്പൊ നമ്മൾ ചെറുതായിട്ട് ഒരു കേക്ക് കട്ട് ചെയ്യാൻ വിചാരിച്ചു. കാക്കമാരൊന്നും നാട്ടിലില്ലാത്തതിനെ കൊണ്ട് ഭാവി മരോളെ കാണുന്ന കേക്ക്. എത്ര കൊല്ലായിരുന്നു ആരും ചോദിക്കരുത്. മക്കളുള്ളതിൽ മൂത്തേന് 25 ഇതാണ് ഉമ്മന്റെ പപ്പന്റെ മൂത്ത ഭാവി മരോള്. പിന്നെ ഇവിടുത്തെ നിയമപ്രകാരം ഓർഡർ വയസ്സിലാണല്ലോ കേക്ക് പോവാ. കണക്കപ്രകാരം പാത്തൂനാണ് ആദ്യം കൊടുക്കേണ്ടി. പാത്തു പിന്നെ ഓള കലാപരിപാടിയിലേക്ക് നീങ്ങി. കുറെ മണ്ണിൽ കളിച്ച് ബോറടിച്ചപ്പോക്ക് ബലൂൺ വേണോ ഇറ്റാലൊന്നും വാങ്ങി. അതാണ് ഓളെക്കാട്ടി വലിയൊരു ബലൂൺ. പിന്നെ നേരം കാറ്റും കൊണ്ടിരുന്ന് നമ്മൾ തിരിച്ചു പോവാണ്. അപ്പുറത്തെങ്ങാനുള്ള വണ്ടിയിലേക്ക് നടക്കാൻ കുറച്ച് എനർജി വരട്ടെന്ന് പറഞ്ഞ് നമ്മൾ ചായ പിന്നെ എടുത്ത മുതലിനെ എടുത്തെടുത്ത് തന്നെ തിരിച്ചിറക്കാൻ പോവാണ്. അങ്ങനെ അതിനെ ഇറക്കി. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ ഓക്കെ ബൈ.